ഒരു ദിവസം കുട്ടൂസന്റെ വീട്ടിൽ കുട്ടൂസ കണ്ടില്ലേ കോപിക്കോളയുണ്ടാക്കുന്ന സൂത്രം. വയസ്സുകാലത്ത് ഓരോ കുട്ടിക്കളികളെ എടാ മാക്രി താ നോക്കിക്കോ. ഇത്തരം സില്ലി കളികളിൽ തൽക്കാലം താല്പര്യമില്ല. ഫൂ. പെട്ടെന്ന് അയ്യോ ഇതെന്താ? അയ്യോ എന്നെ പാമ്പ് പിടിച്ചേ. ഡോങ്കിനെ കൊള്ളാമല്ലോ സൂത്രം. ഒരു പരിചയക്കാരൻ മന്ത്രവാദിയുടെ ഗിഫ്റ്റാ. ചെറിയൊരു മന്ത്രം ചൊല്ലി വെള്ളം തളിച്ചാൽ പാമ്പ് പോകും. ചെറുതാക്കണ്ട, വലുത് തന്നെ ചൊല്ലിക്കോ. ഈ പാമ്പിനെ കൊണ്ട് ഒരു പണിയുണ്ട്. വൈകാതെ സ്ഥിരമായി വരുന്ന വഴിയായത്. ഇവിടെ കാത്തിരിക്കാം. വൈകാതെ രാജുവും രാധയും ആ വഴി വന്നു. അയ്യോ നമുക്ക് കോമഡി ഉണ്ടാക്കി കളിച്ചാലോ? അയ്യോ ഓടിക്കോ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം. വിളിച്ചു. വിളിക്കട്ടെ. ഈ പാമ്പിനെ പിടിക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ മായാവി എന്നൊന്നും വേർതിരിവില്ല. ഈ പാമ്പിനെ തൽക്കാലം ഒഴിവാക്കാം. ഇടയ്ക്കാതെ നിൽക്കടാ. അതിനകം മായാവി അദൃശ്യനായി എത്തിയിരുന്നു. അവരുടെ മുന്നിൽ നേരിട്ട് ചെന്നാൽ കുഴപ്പമോ? കള്ളം മായാവി വന്നു ഊതിക്കൊന്നു. കുട്ടൂസൻ ഇതുങ്ങളെ എവിടുന്ന് കിട്ടി? നിങ്ങൾ വന്നത് നന്നായി. രണ്ടിനെ പിടിച്ച് കൂടെ വാ. മായാവി ഒരു മന്ത്രം ചൊല്ലി. ഓം ഹ്രീം കുട്ടൂസൻ ഡാങ്ങിയിലുട്ടാപ്പി സ്ലീപ് സ്ലീപ്. ഒരു സൂത്രം കിട്ടിയിട്ടുണ്ട്. ഈ പിള്ളേരെ അല്ലാതെ ഉറക്കം വരുന്നു. എനിക്കും. ചേടാ കാര്യം പറഞ്ഞു തീർക്ക്. ചേടാ ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? വെയിറ്റ് ചെയ്യാം. എന്തൊരു ഉറക്കമായത്, ഇരുന്ന് ബോറടിക്കുന്നു. ഇത് കണ്ടോ, ലുട്ടാപ്പി കളിക്കാൻ വാങ്ങിയതാവും. ഓതി കളിക്കാം, സമയം പോകണ്ടേ. അയ്യോ വിട്ടോടാ മുത്തു. എന്നിട്ടും അവർ ഉണർന്നില്ല. ഭയങ്കരം തന്നെ. അത് ഇത് നീരാളിച്ചാത്തനാ. എട്ടുകാലിയെന്ന് കേട്ടപ്പോൾ ചിലന്തി ആണെന്ന് വിചാരിച്ചു. ഏതെങ്കിലും നിറത്തിന്റെ പേര് കേട്ടാൽ ദേഷ്യം വരുന്ന ഭീകരനാ. ദേഷ്യം വന്നാൽ തീയൂതും. ഓതുന്നത് പോലെയല്ല, വമ്പൻ തീയാ. നമുക്കവനെ പിടിക്കണം, സൂക്ഷിക്കണം. അടുത്ത് ചെന്നാൽ കളറിന്റെ പേരൊന്നും പറയരുത്. ഇംഗ്ലീഷോ മലയാളമോ? രണ്ടും പറയണ്ട, റിസ്ക് എടുക്കണ്ട. ചാത്തനെ ആ പിള്ളേരുടെ വീട്ടിൽ കൊണ്ടിരുത്താം. ഒരു പാക്കറ്റ് വാങ്ങി വീട്ടിലിടാം. അവർ ഏതെങ്കിലും കളറിന്റെ പേര് പറഞ്ഞോളൂ. ഇവന് ഊതിയാൽ വീട് മൊത്തം കത്തും. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വേറെ തിരക്കൊന്നും ഇല്ലല്ലോ. ഉച്ചവരെ ഫ്രീയാ. പിള്ളേരുടെ വീട് ഇവിടെ അടുത്ത. ഉച്ചയ്ക്ക് മുൻപ് എത്താം. എടാ ഒരു കാര്യം ശ്രദ്ധിക്കണം. പേര് പറയരുതെന്നല്ലേ? ഇതങ്ങനെ എപ്പോഴും പറയണ്ടേ? ഒരു തമാശ ഒപ്പിക്കാം. ഓം ഹ്രീം ഫാൾ ഫാൾ സ്നോ ഫാൾ. അതോടെ ഇതെന്തോ മഴയോ? ഐസ് മഴയാ. എന്തൊരു തണുപ്പ് അമ്മോ. മഴയല്ലടാ ഇത്.
മഞ്ഞു. മഞ്ഞയോ? ചതിച്ചോ? അതൊരു കളറിന്റെ പേരാ. മഞ്ഞ എന്ന് പറഞ്ഞതോടെ അമ്മോ! എവിടെ പോയതാ? ഇതാരാ കൂടെ? ഇങ്ങനെ കൊണ്ടുവരാൻ പോയതാ. ഇതാണ് ഡിൻഡിൻഡി ചാത്തൻ. സൂപ്പർ പേരാണല്ലോ. എന്നാ പുള്ളിയുടെ പരിപാടി? ഡെയിലി 3 കാര്യം പറയും. ഇതൊക്കെ അക്ഷരം പ്രതി സംഭവിക്കും. ദിവസത്തിൽ 3? അതെ, ഓൺലി 3. ഇങ്ങനെ കൊണ്ട് പറയിച്ച് മായാവിയെ പിടിക്കാനാ അപ്പൂപ്പന്റെ പരിപാടി. ആ, അതിനാണെങ്കിൽ നിന്റെ വേണ്ട. ആയാവിയെ കിട്ടി. ദാ കണ്ടോ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ രാജുവിനെ രാധേനെയും പിടിക്കാം. എങ്കിൽ എന്തിനാ വൈകിക്കുന്നത്? രാജു ആദ്യം വരട്ടെ എന്ന് പറയാൻ പറ. അതാ കുഴപ്പം. നമ്മൾ പറഞ്ഞാലൊന്നും പുള്ളി മിണ്ടില്ല. തോന്നുമ്പോ തോന്നുന്നത് പറയും. അതാ പതിവ്. ചേടാ, അതൊരു വേണ്ടാത്ത പതിവായി പോയി. വീട്ടിലേക്ക് ചെല്ലാൻ അപ്പൂപ്പൻ പറഞ്ഞു. കുന്നതാണെങ്കിൽ കേടാ, നടക്കണം. കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ജോലിക്കൊരു കുറവുമില്ല. നീ വന്ന സകല പുലിവാലും എന്റെ തലയിലല്ലേ? തലയിൽ പൊലിവാലോ? ഡിൻഡിൻഡി ചാത്തൻ അത് പറഞ്ഞതു. ചതിച്ചോ? ഡിൻഡിൻഡി നാക്ക് വളച്ചു. തലയിൽ പൊലിവാല്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. നിനക്കിത് ചേരും. തലയിൽ മുടിയില്ലെങ്കിലും ഒരു വാൽ കിട്ടിയില്ലേ? ചുമ്മാ ട്രോളല്ലേ. ഡിൻഡിൻഡി ചാത്തന്റെ 3 ഡയലോഗിൽ ഒരെണ്ണമാ തീർന്നത്. അതറിയാമോ? അത് ശരിയാണല്ലോ. അല്ല, ഈ വാല് എത്ര നേരം തലയിൽ കാണും? ഇന്ന് മുഴുവൻ കാണും. ഒരു ദിവസമായാലുണിറ്റി. അതായത് നീ ഈ പൊലിവാൽ ഇന്ന് മുഴുവൻ ചുവന്നുകൊണ്ട് നടക്കണം. ചുവന്ന വാലോ? ചുവന്നത് അല്ല, ചുമന്ന്. നടന്നറോ? അതും നടന്നു. വാൽ ചുവന്നു. അയ്യോ, വേഗം നടക്കാം. അല്ലെങ്കിൽ ഇവൻ ഇന്നത്തെ 3ാമത്തെ ഡയലോഗും പറഞ്ഞു തീർക്കും. വേഗം നടക്കാനൊന്നും എനിക്ക് വയ്യ. നടന്നു തളർന്നു. ഞാൻ ഈ കല്ലിൽ കുറച്ചു നേരം ഇരുന്നിട്ടേ വരുന്നുള്ളൂ. ഇരുന്നു. ഇതൊക്കെ വിരിച്ചു വെച്ചിട്ട് റെസ്റ്റ് എടുത്താൽ മതിയല്ലോ. അത് ശരി, ഞാനെന്തോ ചെയ്തെന്നോ? അമ്മമ്മ കാരണം ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാനുള്ള സന്ദർഭം ഉണ്ടായത്. അതേണോ? എന്റെ തലയോട്ട് ഇട. തലയിൽ ഇടാനോ? ഏത്? ഈ പാറക്കല്ലോ? അടിച്ചു. ഡയലോഗ് അടിച്ചു. അടുത്ത നിമിഷം ദിം അമ്മോ ചിൽ. ഇത് തന്നെ സ്ഥലം. സോ, ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? എങ്ങനെ ഒന്ന് സഹായിച്ചാൽ മതി. ഒരു റോബോട്ടിന് ഓർഡർ ചെയ്തിരുന്നു. പേരെന്താണ് സാർ? റോബോട്ടിന്റെ പേര് അറിയില്ല. അല്ല, സാറിന്റെ പേര് കുട്ടൂസൻ. ഒരു നിമിഷം സാർ, ഫൈറ്റർ റോബോട്ട് അല്ലേ? മിസ്റ്റർ കുട്ടൂസന്റെ ചായയുള്ള റോബോട്ട് റെഡിയാണ് സാർ. ഇതാണ് സാർ ഐറ്റം. തുറന്നു കാണിക്കാം. പക്ഷേ താഴെ കുറെ കൂടുതലോ? സാർ, അത് വയറബിളാണ് സാർ. സാർ, താങ്കളുടെ 100 ഇരട്ടി ശക്തി റോബോട്ടിനുണ്ട് സാർ. സാർ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യും സാർ. ആണോ? നോക്കട്ടെ. നീ മേശ പൊക്കടാ. വൈകാതെ. ഡോഞ്ചിന് വന്നിട്ട് കുറെ നേരമായോ? ഇതാരാ? വേറൊരു കുട്ടോസൻ. റോബോട്ടോ? 100 ഇരട്ടി ശക്തി, നല്ല അനുസരണം. നമുക്ക് ഇവനെ വിട്ട് മോയോവിയെ പിടിക്കാം. അതിനൊന്നും റോബോട്ടൊന്നും വേണ്ട. മായാവിയെ കിട്ടി. എങ്കിൽ പിള്ളേരെ പിടിക്കാം. നീ പോയാ പിള്ളേരെ ഇവിടെ ഉണ്ടെന്ന് നോക്കടാ. ുട്ടാപ്പി പോയി വരുമ്പോഴേക്കും താടിയൊക്കെ ഒന്ന് വെട്ടി നിൽക്കാം. എന്തിനാ ഞാൻ വെട്ടുന്നത്? അടി റോബോട്ടല്ലേ നിൽക്കുന്നത്? എടാ, വെട്ടടാ താടി. പേടിക്കണ്ടടാ. 100 ഇരട്ടി ശക്തി.
ശക്തിയുള്ള റോബോട്ടല്ലേ നമ്മുടെ കൂടെ? അയ്യോ, സ്വന്തം തോടിയോ ഈ മണ്ടൻ വെക്കിയത്? വയറ് ഉണ്ടാക്കി റോബോട്ട് ഓഫായി. ചിൽ. അയ്യോ, അമ്മോ. കിട്ടി അമ്മൂമ്മ, കിട്ടി. അമ്മാവൻ കുളിക്കാൻ പോയതാ. വരുന്നതിന് മുൻപേ വേഗം സ്ഥലം വിടാം. എന്താ കിട്ടിയതെന്ന് പറയടാ. മീൻ പിടിക്കാനുള്ള മരുന്നാ. മീൻ പിടിക്കാനോ? അതെ, എളുപ്പത്തിൽ മീൻ പിടിക്കാം. നീ കാര്യമായി പോയി. അതിന് ചൂണ്ടയിട്ടാൽ പോരെ. ക്ഷമിക്കാം അമ്മൂമ്മ. ഇത് കണ്ടാൽ അപ്പൂപ്പൻ ഞെട്ടും. മീനിനെ കണ്ടാൽ എന്തിനാണ് ഞെട്ടുന്നത്? ദാ, ഒരു കുളം. ഇവിടെ പരീക്ഷിക്കാം. ദാ, ഈ മരുന്ന് വെള്ളത്തിലേക്ക് സ്പ്രേ ചെയ്താൽ കുളത്തിലെ ഏറ്റവും വലിയ മീൻ ഈ മരുന്ന് കുപ്പിക്കടുത്തേക്ക് ചാടിയെത്തും. മീൻ വരുമെന്ന് പറഞ്ഞിട്ട് ഓമയാണല്ലോ. ബ്ലോ. സോറി, കുളത്തിലെ ഏറ്റവും വലിയ ജീവി ചാടി വരുമെന്നാ. മീൻ വരുമെന്ന് ഞാൻ ഊഹിച്ചതാ. സാരമില്ല, ഒന്നും കൂടി സ്പ്രേ ചെയ്യാം. ബ്ലോ. ആമ തീരുന്നത് വരെ ഒഴിക്കാം. ബ്ലിഷ്. ഇപ്പൊ തീരുമോ? 8-10 ഓമയായി. ഗ്ലിക്ക്. ഇനി അധികം കാണില്ല. ഇപ്പൊ വരുന്നത് കുഞ്ഞന്മാരാ. ഗ്ലിഷ്. അയ്യടാ, നീ ആദ്യത്തെ മീൻ. ഇനി കുറെ മീൻ പിടിക്കണം. ഇവർ പാവമീനുകളെ മുഴുവൻ പുറത്തു ചാടിക്കും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മായാവി ഒരു മന്ത്രം ചൊല്ലി. ഓം ഹ്രീം ലോങ് ലോങ്. അതോടെ സ്പ്രേ ചെയ്തു. പോകുന്നത്. അമ്മേ, കടലിലേക്കാണോ? തിമിംഗലം ചാടി വരുമോ? സ്പ്രേ വീണത് മറ്റൊരു കുളത്തിൽ. കൂളി കഴിഞ്ഞ് വേഗം കുയിലെത്തണം. ആ കള്ളലുട്ടാപ്പി കറങ്ങി നടപ്പുണ്ട്. ഇതെന്തോ? കുട്ടാലി കുളിക്കുന്ന കുളത്തിൽ സ്പ്രേ വീണതോടെ ഒമ്പടോ മാന്ത്രിക സ്പ്രേ നീ അടിച്ചു മാറ്റി അല്ലേ? ബാക്കി കാര്യം പുട്ടാലി നോക്കിക്കോളും. അമ്മ, എന്താ ഇത് വഴി? ഒന്നുമില്ല. അയ്യടാ, മായാവി കിട്ടിയോ? കിട്ടി. എന്നിട്ട് എന്താ ഒരു സന്തോഷവും ഇല്ലാത്തത്? എന്താണെന്നറിയില്ല. സന്തോഷം തോന്നുന്നില്ലടാ. മൊത്തം നിരാശ. നേരത്തെ ആയാവി കിട്ടിയപ്പോഴൊക്കെ പൊട്ടി പൊട്ടി എന്നോർക്കുമ്പോ അതുള്ളതാ. ഇത്തവണയെ പൊട്ടുമോ എന്നൊരു ടെൻഷൻ. പൊട്ടിയതായെന്ന് പറയാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ സന്തോഷമില്ല, ടെൻഷനേ ഉള്ളൂ. ഇതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷറോ? പ്രഷറല്ല, ഡിപ്രഷൻ. ഒറ്റ വഴിയുള്ളൂ. സന്തോഷിക്കേണ്ടുന്ന വേറെ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഇതാ വരുന്നു. നീ പോകുന്നതാണോ സന്തോഷം കിട്ടുന്ന കാര്യം? അല്ലെന്നേ, ഇപ്പൊ വരാം. മുണ്ടനാണെങ്കിലും ലൊട്ടാപ്പി ചില കാര്യങ്ങളിൽ അറിവുണ്ട്. വന്നല്ലോ. ഇതങ്ങോട്ട് പിടി. ഇതെന്താ? പാറ തെളിക്ക. എറിഞ്ഞാൽ പാറയാക്കുന്ന തെളിക്കുക. നോക്കണ്ടോ? ആരം പാറയായി. ഇതുപോലെ ആ പിള്ളേരെ എറിഞ്ഞ് പാറയാക്കാം. ഇപ്പൊ കുറച്ച് സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് പറയാ. എടാ, ഞാനാ കുരങ്ങച്ചാലെ പാറയാക്കണ്ടേ? നെല്ലിക്കതോ? ഏറെ കൊണ്ടില്ല. നീ അവനതെടുത്തു. അയ്യോ, തിന്നുമോ? ഇല്ല, തിരിച്ചെറിഞ്ഞു. ചതിച്ചോ? ഏറുകൊണ്ടു. അതോടെ ചിൽ. ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ അമ്മുമ്മേ? ചതിച്ചോ? വഴി തെറ്റിയെന്ന് തോന്നുന്നു. കുന്തവും കേടായി. അതെന്താ? വീണാണോ? ആരെയും കാണുന്നില്ല. ഏറെ നോക്കിയാലോ? ഞാനാ ലുട്ടാപ്പി, കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി. എന്റെ കുന്തം എവിടെ? ഹിഹി. ഇവിടെയുണ്ടല്ലോ കുന്തം. താട ഇവിടെ. ഓടടാ. അയ്യോ, ഷൂ. പോയി. അയ്യോ, അപ്പൂപ്പനെ വിളിക്കാം. റീങ്
ലുട്ടാപ്പി, ഇതൊരു മാന്ത്രിക ഗുഹയാ. അകത്ത് ആര് കയറിയാലും ആ പാവയ്ക്ക് അയാളുടെ സ്വഭാവവും കഴിവും ഒക്കെ കിട്ടും. ലുട്ടാപ്പി അകത്തു കയറിയപ്പോൾ കുരങ്ങൻ പാവ ലുട്ടാപ്പിയെ പോലെയായി. എന്നിട്ടും ഒറിജിനൽ ലുട്ടാപ്പിയെ കണ്ടിട്ട് അവന് മനസ്സിലായില്ല. ഇനി എന്ത് ചെയ്യും? എന്റെ കുന്തം. സൂത്രമുണ്ട്, ഞാനിതാ വരുന്നു. മായാവി പോയത് പുട്ടാലുവിന്റെ ഗുഹയിലേക്കാണ്. ഹിഹി, അമ്മാവൻ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ അടിച്ചു മാറ്റണം. ഹമ്പടാ, ലുട്ടാപ്പി കുരങ്ങൻ പുട്ടാലുവിന്റെ ഗുഹയിലാ. പുട്ടാലുവിനെ വേഗം കണ്ടെത്താം. വൈകാതെ ആരടാ എന്നെ പൊക്കി കൊണ്ടുപോകുന്നത്? നീ ആരടാ? അയ്യോ, അമ്മാവൻ. അമ്മോനും വൈകാതെ കുരങ്ങൻ പാവ ഇനി വരില്ല. പുട്ടാലു അവനെ പെട്ടിയിലിട്ട് പൂട്ടി. കുന്തം കിട്ടി. മായാവിയാണ് സഹായിച്ചതെന്ന് അപ്പൂപ്പനോട് പറയണ്ട. അമ്മുമ്മ ഓയ്, നിങ്ങൾ എങ്ങോട്ടാ? എങ്ങോട്ടൊന്നില്ലാതെ നടപ്പോ. കഷ്ടപ്പാടാ, കയ്യിലെ കാശൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കൊള്ളയൊന്നുമില്ലേ? ഒന്നും ഒത്തു വരുന്നില്ല അമ്മൂമ്മ. ആരും പണം കയ്യിൽ കൊണ്ട് നടക്കുന്നില്ലെന്ന്. മൊത്തം ഗൂഗിൾ പേ അല്ലേ. അത് ശരിയാ. അമ്മൂമ്മ എങ്ങോട്ടോ? പത്തിരട്ടി പാവയാണ്. ഇവിടെ അടുത്ത റെവിളൻ മന്ദവാദിയുടെ താമസം. പുള്ളി തരാമെന്ന് പറഞ്ഞ സാധനം ഒരു പാവയാ. അതിന്റെ കയ്യിൽ എന്ത് വെച്ചു കൊടുത്താലും 10 ഇരട്ടിയാവും. ഇതെന്താ നേരത്തെ പറയാതിരുന്നത്? നേരത്തെ എങ്ങനെ പറയും? നമ്മൾ ഇപ്പോഴല്ലേ കണ്ടത്. പാവയുടെ കയ്യിലൊരു നോട്ട് വെച്ചാൽ 10 നോട്ടായി കിട്ടുമോ? എങ്കിൽ വേഗം വാ, ഇതല്ലേ ഞങ്ങൾ കാത്തിരുന്നത്. വൈകാതെ ദിവസത്തിൽ 3 തവണയേ ഇത് പ്രവർത്തിക്കൂ. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമാകണം. മതി. 3 തവണ കുറച്ച് കുറവാ. ഒരു 5എങ്കിലും വേണ്ടതായിരുന്നു. അത്യാഗ്രഹം പറയല്ലേ മുത്തു. നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കണ്ടേ? അയ്യോ, നടന്നു തളർന്നു. എന്തു പറ്റിയടാ? കുന്തം കേടായി. ഇത് എവിടുന്നായി ബലൂൺ? ഒരു കടക്കാരൻ ഫ്രീ തന്നതാ. ഓഹോ, 10 ഇരട്ടി പാവയുണ്ടല്ലോ. പാവയെ വിക്രമന് കിട്ടിയ പ്രശ്നമാ. ഒരു വഴിയുണ്ട്. ഓം ഹ്രീം ബലൂൺ പറ പറ. അതോടെ ബലൂൺ പറന്ന് 10 ഇരട്ടി പാവയുടെ കയ്യിലെത്തി. അതോടെ 10 ബലൂണായി. പോയി പിടിക്കടാ പാവ. അതെങ്ങനെ? കുന്തം വേണ്ടേ? അട്ടപക്ഷി പറക്കാത്ത പക്ഷിയാണ്. അട്ടപക്ഷി പറക്കാത്ത പക്ഷിയാണ്. അട്ടകപക്ഷി. എന്താടോ പരിപാടി? മത്സരമാ. അവന് പഠിക്കുകയാ. പക്ഷേ നീ പഠിക്കുന്നത് തെറ്റാ. എന്താ തെറ്റ്? ഒട്ടക പക്ഷിയെ പറ്റി പറഞ്ഞത്. പറക്കും തപ്പിയ ചൊല്ലേത് ഒട്ടക പക്ഷിയും പറക്കും. അതെ, അങ്ങനൊരു സാധനമുണ്ട്. ലംബൂച്ചന്റെ കയ്യിൽ കാണാം. വിളിച്ചു നോക്കാം. ശരി ലംബൂച്ച, ലുട്ടാപ്പിയെ വിടാം. എടാ, പറക്കും തപ്പി ലംബൂച്ചൻ തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈകാതെ ഇതാണ് സാധനം. ഏത് ജീവിയുടെയും തലയ്ക്കനുസരിച്ച് തൊപ്പി ഫിറ്റാവും. പക്ഷേ സൂക്ഷിക്കണം, പൊട്ടരുത്. ചില്ല് തൊപ്പിയാ. കുഞ്ഞടോ, വെച്ചിട്ട് പറക്കാൻ പറ്റുന്നുണ്ടോ? അത് ഞാൻ നോക്കിയില്ല. കോളയെ പറപ്പിക്കാം. വാ. ഞാൻ പിന്നാലെ കുന്തത്തിൽ വരാം. എന്തിനാ വെറുതെ കാണപ്പുറത്ത് നിന്ന് വീഴുന്നത്? ശരിയോ, വെച്ചപ്പോ കറക്റ്റ് ഫിറ്റായടാ. ദേ പോണേ. സൂപ്പർ. ബൈക്ക് ഓടിക്കുന്നത് പോലെ കൺട്രോളൊക്കെ കിട്ടുന്നുണ്ട്. എടോ, നമുക്ക് ഏതെങ്കിലും ആനയെ ഉറപ്പിക്കാം. എന്നിട്ട് ആ രോജന്റെ രാധയുടെ തലയിൽ കൊണ്ടിറക്കാം. അത് കൊള്ളാം. മായ
മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അതാണോ പരിപാടി? ഒരു ആനയെ കിട്ടാം. ഒരു സൂത്രമുണ്ട്. ഇതെവിടുന്ന് വന്നു? തൽക്കാലം നമുക്ക് ഇവനെ പറപ്പിക്കണടാ. ആമയെ വലുതാക്കിയത് മായാവിയാണെന്ന് അവരറിഞ്ഞില്ല. അങ്ങനെ പുറത്തിരിക്കുന്നതിനേക്കാൾ സൗകര്യമോ. ഇനി ആമച്ചാരി ഒന്ന് പേടിപ്പിക്കാം. അദൃശ്യനായി മായാവി ആമയുടെ തലയിലൊന്ന് തൊട്ടു. അതോടെ പേടിച്ചു പോയ ആമ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചു. അയ്യോ, ചതിച്ചോ, തൊപ്പി ഊരി വീണു. പാവമാമയെ താഴെ വീഴ്ത്തണ്ട. ചിൽ. അയ്യോ. ഒരു ദിവസം എന്നാൽ കുന്തത്തിൽ തൊട്ടതും ലുട്ടാപ്പി കുട്ടൂസനെ വിളിച്ച് കാര്യം പറഞ്ഞു. എടോ, നിന്റെ കണ്ണിന്റെ കുഴപ്പമോ? ഡോക്ടറെ കാണണം. അനിമലൂളിയോ കുന്തോപ്പിയോ എന്ന അസുഖം. ജീവികളെ കുന്തമായി കാണുന്ന അസുഖം. തൊട്ടാൽ ഒറിജിനൽ ജീവിയെ കാണാം. നീ ആ ചോദ്യം ഹോസ്പിറ്റലിൽ പോ. വൈകിക്കണ്ട. നിന്നെ കണ്ടത് നന്നായി. നടക്കേണ്ടല്ലോ. മായാവിയെ കിട്ടിയാടാ. കുന്തമേട്. എവിടെ നിന്റെ കുന്തം? ലൊട്ടാപ്പി വന്നില്ലല്ലോ. ആനയും കുത്തും തമ്മിൽ മാറിയെന്നു. പോടാ നുണയാ. ഇത് തന്നെ സ്ഥലം. ഇവിടെ കുഴിച്ചോ? ഒരു തരത്തിൽ നിധി തന്നെ. ഒരു മന്ത്രമാണ്. അത് കുഴിക്കടാ. അത് തന്നെ കുഴിച്ചു. ആ കുരുടം പുറത്തെടുക്കണം. തുറക്കാം. ഇതിനകത്തുണ്ട് മന്ത്രം. കിട്ടിയാണോ? കിട്ടി. റോക്കറ്റ് മന്ത്രം കിട്ടി. േടാ, മന്ത്രം ചൊല്ലി എവിടെയെങ്കിലും തൊട്ട ശബ്ദം റോക്കറ്റ് പോലെ പറന്നു പോകും. പിന്നെ ബഹിരാകാശത്ത് എത്തിയിട്ടേ നിൽക്കൂ. പരീക്ഷിച്ചു നോക്കാം. റോക്കറ്റ് പറ പറ ബും ബും പൊങ്ങിപ്പോ. ഇനി കല്ല് തൊടാം. കണ്ടോ, കല്ല് പറന്നു. ഇത് പിള്ളേരെ പറത്തിവിടാമടാ. പറഞ്ഞു തീർന്നില്ല. അതാ വരുന്നു രാജും രാധയും. ഓഹോ, പറപ്പൻ മന്ത്രമാണോ? ഞാൻ വന്നത് ഇവർ അറിഞ്ഞിട്ടില്ല. ഒരു സൂത്രം ഒപ്പിക്കാം. കുട്ടൂസൻ മന്ത്രം ചൊല്ലി. അതേസമയം മായാവിയും ചൊല്ലിയൊരു മന്ത്രം. ഒക്കെ പറ പറ ബും ബും പൊങ്ങിപ്പോ. ഓം ഹ്രീം പമ്പരലുട്ടാപ്പി. പെട്ടെന്ന് ഞാൻ പിടിച്ചു നിർത്താം. റോക്കറ്റ് മന്ത്രത്തിന്റെ കാര്യം മറന്നു. ആഹാ.
ഒരു ദിവസം ഡാങ്കിനി കാട്ടിലൂടെ പോകുമ്പോൾ ഈ കുട്ടൂസ മന്ത്രവാദിയുടെ വീട്ടിലേക്കുള്ള വഴി ഏതാ? അതാരാ ചോദിച്ചത്? ഞാനാ. ഹിഹി. അയ്യോ, മിണ്ടുന്ന ഗുഹ. മിണ്ടുക മാത്രമല്ല നടക്കുകയും ചെയ്യും. ഹിഹി. സത്യം പറ, നീ ആരാ? നടക്കാനും സംസാരിക്കാനും പറ്റുന്ന ഗുഹയാ. ആളെ വിഴുങ്ങാനും പറ്റും. ഹിഹി. കുട്ടൂസനാ എന്നെ മന്ത്രം ചൊല്ലി വിളിച്ചത്. പക്ഷെ മന്ത്രം മാത്രമേ ചൊല്ലിയുള്ളൂ, വഴി പറഞ്ഞു തന്നില്ല. വഴി ഞാൻ പറഞ്ഞു തരാം. എന്തിനാ കുട്ടൂസൻ വിളിച്ചത്? രണ്ടു പിള്ളേരെ വിഴുങ്ങാനാണെന്നാ പറഞ്ഞത്. ഞാൻ ഊഹിച്ചു. എന്നാ പിന്നെ അകത്തു കയറിക്കോ, അമ്മൂമ്മ വെറുതെ നടക്കേണ്ടല്ലോ. കേറിയാൽ നീ വിഴുങ്ങുമോ? ഷേ, ഇല്ലെന്നേ. കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോട് വഴി ചോദിക്കും? ആ കിണറിന്റെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിയണം. തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലുണ്ട്. എത്തി, സ്ഥലമെത്തി. ഡാങ്കിനി ഉണ്ടായിരുന്നു. ഞാൻ ആ വഴി പറഞ്ഞു കൊടുത്തത്. അതിനെനിക്ക് ഫോണില്ല. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം വരുന്ന വഴി നീ പോയി നിൽക്കണം. അകത്ത് കയറിയാൽ ഉടൻ നീ വായടയ്ക്കണം. അവർ കേറുമോ? നല്ല സമ്മാനം പൊതിയും വെക്കാം. അവർ വന്ന് എടുത്തോളും. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുട്ടികളെ കൊടുക്കാനാണല്ലോ പരിപാടി. അകത്തേക്ക് വെച്ചോ. ഏത് സമ്മാനമോ? ഓം ഹ്രീം കല്ല് വലുതാവട്ടെ. അതോടെ ഗുഹയ്ക്കകത്തു കിടന്ന ഒരു കല്ല് വലുതാവാൻ തുടങ്ങി. അയ്യോ, ഇതൊന്ന് എടുത്തു മാറ്റണേ. പോടാ ദ്രോഹി. അകത്തേക്ക് ഒരു തള്ളി നോക്കാം. കല്ല് പിന്നെയും വലുതായി. നമ്മള് കുടുങ്ങി. ഇവിടം വരെ വാടാ. എടാ മായാവി കിട്ടി. കരി നമുക്ക് വളയ്ക്കാടാ ദ്രോഹി. എനിക്ക് 2-3 മരുന്നുകൾ വാങ്ങാനുണ്ട്. നീ കുപ്പി കൊണ്ടുപോയി കുട്ടൂസനെ ഏൽപ്പിക്ക്. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. എടാ, മരുന്ന് കുപ്പിയും മായാവി കുപ്പിയും എല്ലാം കൂടി എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു കാര്യം മറന്നു. ഈ ഹെൽമറ്റും കുട്ടൂസന് കൊണ്ട് കൊടുക്കണം. എടാ, ഇതൊരു സ്പെഷ്യൽ ഹെൽമറ്റാ. ഇത് തലയിൽ വെച്ചാൽ ചുറ്റുമുള്ള ശബ്ദമൊന്നും കേൾക്കില്ല. പക്ഷേ നീ ഇത് വെക്കണ്ട. റിസ്ക്. ഏത് കുട്ടൂസനെ കൊണ്ട് കൂട്. ഉച്ചയ്ക്ക് മുമ്പേ ഞാൻ എത്താം. പെട്ടെന്ന് ടീം. ചിൽ. ഈ മണ്ടനോട് ഞാൻ എത്ര പറഞ്ഞതാണെന്ന്. കാള വരുന്നുണ്ടോ, ഓടിക്കോ എന്ന്.
അത് പിന്നെ പതിവാണല്ലോ. വേഗം വരാം. മരത്തിലൂടെ തുരങ്കമോ? അകത്തുകൂടി പോകാം. നല്ല രസമാ. ഹിഹി. ഇതെന്താ? അയ്യോ, പാല് മാറി. അപ്പൂപ്പ, ഒരു കുഴപ്പം പറ്റി. പശുവിന്റെ വാലായെന്നോ? അതേനെ, ഞാനിവിടെ ഒരു മരത്തിന്റെ മുത്തിലൂടെ. അയ്യോ, ദേ പിന്നെ മാറി. കടുവ പോലായി. മനസ്സിലാ, തുരങ്കം പോലും മറ്റേ പൊത്തല്ലേ. മാറിപ്പൊത്ത് അതിനകത്ത് ഓടി പോകുന്നവരുടെ വാൽ മാറിക്കൊണ്ടിരിക്കും. മാറി, പിന്നെ മാറി. ഇത്തവണ ആന വരാ. അയ്യോ, എന്തൊരു ഭാരം. ഇതിപ്പോ എത്ര തവണ വാൽ മാറും? അതിന് അവസാനമില്ല, മാറിക്കൊണ്ടേയിരിക്കും. അയ്യോ, ചതിച്ചു. ദേ പീലി, മയിലിന്റെ വാല്. ഉള്ളൂ ഓപ്പറേഷൻ. അയ്യോ, ഓപ്പറേഷനോ? അതെ, പുതിയ മുറിച്ച് മാറ്റണം. പിന്നെ ഒറിജിനൽ വാൽ മുളച്ചു വന്നോളും. അച്ഛൻ വാൽ ഓപ്പറേഷൻ. മുറിക്കാതെ വേറെ വഴിയില്ലടാ. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ ലുട്ടാപ്പിയെ രക്ഷിക്കാൻ ഒരു വഴി കിട്ടും. വാല് മുറിക്കണ്ട, എനിക്ക് വേദനിക്കും. ഇതെന്താ പല്ലിയുടെ വാലോ? വെരി ഗുഡ്, ലുട്ടാപ്പിക്ക് ഭാഗ്യമുണ്ട്. മായാവി അദൃശ്യനായി ചെന്ന് വാലിൽ പിടിച്ചു. അയ്യോ, ആരാ പിടിച്ചത്? പേടിച്ചതോടെ ലുട്ടാപ്പിയുടെ പല്ലിവാൽ മുറിഞ്ഞു. വാൽ മുറിഞ്ഞോ? ഇനി ഓപ്പറേഷൻ വേണ്ട. പിന്നീട് ഒരാഴ്ച നീ വാലില്ല ലുട്ടാപ്പിയായി നടക്കണം. എന്നാലും ആരാണാവോ എന്റെ വാൽ പിടിച്ചത്? വന്നല്ലോ. ഇതെന്താ കുടം? കുളത്തിലടച്ച ഭൂതമിന്ന് കേട്ടിട്ടുണ്ട്. ഹിഹി. അതേടാ, ഇത് ഭൂതം തന്നെയാ. സത്യം പിന്നല്ലാതെ ഞാൻ നുണ പറയുമോ? ഇതിനകത്ത് കൊടും ഭീകരന അനങ്ങാപ്പി ഭൂതം. എന്തെങ്കിലും അനക്കം കണ്ടാൽ ദേഷ്യം വരുന്നവനാ. അനക്കമെന്ന് പറഞ്ഞാൽ ചെറിയ അനക്കം പോലും കണ്ണിൽ പെട്ടാൽ ഇവന് ദേഷ്യം വരും. ഒരു ഇല അനങ്ങിയാൽ പോലും ദേഷ്യം വന്നാൽ ഇവൻ വലുതാവും. പിന്നെ എന്തൊക്കെ കാണിക്കുമെന്ന് പറയാനാവില്ല. അടിക്കും, മിടിക്കും, തൊഴിക്കും, വാങ്ങും. ബെസ്റ്റ്. ഈ ടൈപ്പ് വയലന്റ് ഐറ്റംസ് കൂടത്തിലാക്കി എന്തിനാ ഇങ്ങ് പോകുന്നത്? നീ പോടാ, ചുമ്മാ കൊണ്ടുവന്നതൊന്നുമല്ല ഇവനെ. ആ പിള്ളേരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാന്. അതുവരെ നമ്മളായിട്ട് കുടം തുറക്കണ്ട. പ്രശ്നം തീർന്നില്ലേ? അത് ശരിയാ. ഓഹോ, അതാണ് കാര്യം. ഇതുപോലുള്ള എല്ലാ പരിപാടിക്കും അവസാനം നമുക്കിട്ട് ഇടിയും തടിയും ആണ്ടും വരുന്നത്. ഇവൻ കംപ്ലീറ്റ് നെഗറ്റീവാണല്ലോ. നീ മിണ്ടാതിരി. ഇതൊന്നും ഉണ്ടാവില്ല ലുട്ടാപ്പി. നീ 2 ചായ ഉണ്ടാക്ക്. കണ്ടോ? അപ്പൊ എനിക്ക് വേണ്ടേ? എങ്കിൽ 3. പതുക്കെ കുടം തുറക്കാം. ചതിച്ചോ? ആരാ കുടം തുറന്നത്? അല്ലേ, പുറത്തെത്തി. പ്രതിമ പോലെ ഇരുന്നോ? വേറെ വഴിയില്ല. ഇല്ല, അവന് ചെവി കേൾക്കില്ല. അതുകൊണ്ട് ചുണ്ടനങ്ങാതെ സംസാരിക്കാം. അയ്യോ, എനിക്ക് മൂക്ക് ചൊറിയണം. മിണ്ടാതിരിയടാ, ചൊറിഞ്ഞാൽ കൊല്ലും ഞാൻ. ഇതിന് എത്ര നേരം ഇരിക്കണം? കുറച്ചു കഴിഞ്ഞാൽ അവൻ ബോറടിച്ച് തിരികെ കുടത്തിൽ കയറും. അതുവരെ അനക്കമില്ലാതെ ഇരിക്കണം. ചതിച്ചോ? ഈ ചായക്ക് വെച്ച വെള്ളം തിളച്ചു. അടപ്പ് എരിഞ്ഞി. അനങ്ങാപ്പി അത് കണ്ടതും പ്രേ പ്രേ കുഞ്ഞോ. അമ്മേ,
ബ്രാ. നീ രാജു അത് കണ്ടോ? ആ മേഘത്തിൽ നിന്നൊരു കഴുത വീഴാതെ അതിങ്ങനെ ആകാശത്ത് നിൽക്കുന്നു. അതാ ഒരു കടുവയും പുറത്തു ചാടി. അതാ ഒരു കുറുക്കനും. ഇതെന്ത് കളി? നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം ഓം ഹ്രീം കുട്ടിച്ചാത്ത കുട്ടിച്ചാത്ത. മായാവി ആ മേഘത്തിൽ നിന്ന്. ആ ഞാൻ കണ്ടു. അത് മേഘവനമാ. മേഘവനമോ? അതെ, ആ മേഘത്തിന്റെ ഉള്ളിൽ ഒരു കാടുണ്ട്. പുറമേ നിന്ന് കണ്ടാൽ സാധാരണ മേഘം പോലെയാ, പക്ഷെ അകത്തു കടന്നാൽ കൊടും കാട്. അപൂർവമായി മേഘവനങ്ങൾ ഇതുവഴി പോകാറുണ്ട്. ആരും അറിയാറില്ല എന്ന് മാത്രം. കടുവയും കഴുതയും ഒക്കെ പുറത്തു ചാടിയത് എന്തിനാ? അതിനർത്ഥം ആരോ അകത്ത് കയറിയിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കിയിട്ട് വരാം. ഷ്യൂം, അതാ മായാവി അകത്തു കയറി. ഓഹോ, ലുട്ടാപ്പിയാണല്ലേ. തീയൂതി പാവം മൃഗങ്ങളെ പേടിപ്പിക്കുകയാ. ലുട്ടാപ്പിയെ ഓടിക്കാൻ സൂത്രമുണ്ട്. ആരാണാവോ മേഘവനത്തിൽ? അല്പം കഴിഞ്ഞ് അതാ ലുട്ടാപ്പി. പിന്നീട് അകത്ത് ലുട്ടാപ്പി ആയിരുന്നു അല്ലേ? ലുട്ടാപ്പി എങ്ങനെ പുറത്തു ചാടിച്ചു? ആഹാ, ലുട്ടാപ്പിക്ക് ഏറ്റവും പേടിയുള്ള ആളെ ഞാൻ കൊണ്ടുവന്നു. ഉറങ്ങിക്കിടന്ന പുട്ടാലുവിനെ ഞാൻ മന്ത്രം ചൊല്ലി പറത്തി മേഘത്തിലേക്ക് കൊണ്ടുവന്നു. ഓം ഹ്രീം പറ പറ പുട്ടാലു. അയ്യോ അമ്മാവൻ. ഇവന് താഴെങ്ങാനും കിടന്നാൻ പോരായിരുന്നു. അയ്യോ, അതാരാ മരത്തിൽ? ഇതാവനല്ലേ തൊപ്പി പപ്പൻ കുരങ്ങൻ. തൊപ്പി അറിഞ്ഞാൽ 10 തൊപ്പി തിരിച്ചറിയുന്ന കുരങ്ങൻ. ചേടാ, അറിയാനൊരു തൊപ്പി എവിടെ നിന്ന് കിട്ടും? മറന്നുപോയി, ബാഗിലുണ്ട്. വരുന്നു 10 തൊപ്പി. ഇതിലൊരെണ്ണം എടുത്ത് ഇതും പട്ടാക്കി തിരിച്ചു തോടാം. വൈകാതെ 100 തൊപ്പിയായി. ഇത് വിറ്റ് കാശുണ്ടാക്കാം. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോകും? ലുട്ടാപ്പിയെ വിളിക്കാം. എവിടെയാ? ഞാനൊരു സാധനം വാങ്ങാൻ കടയില്ല. ഈ വേഗം ഇങ്ങോട്ടാ. കുറെ തൊപ്പി കൊണ്ടുപോകാനുണ്ട്. തൊപ്പിയോ? അതെയാ, തൊപ്പി എറിഞ്ഞാൽ 10 തൊപ്പി തരുന്ന തൊപ്പി പത്തങ്ങ് കുരങ്ങനെ കണ്ടടാ. ആണോ? ലൊക്കേഷൻ ഇട്, ഞാനിതാ വരുന്നു. അവൻ വരുന്നത് വരെ ഒന്ന് മയങ്ങാം. കുറച്ചു നേരം കൂടി ഉറങ്ങിട്ടടാ. വല്ലാത്ത ക്ഷീണം. എറിഞ്ഞു. പക്ഷെ അവസാനം കുന്തത്തിൽ ഊണ് കൂടിയെന്ന് പറയരുത്. ഇത് തന്നെ അറിയാം. പടാ എന്റെ തല പോയി. പ്ലും പ്ലും ടും ചിൽ പടപടാ. അയ്യോ, കുപ്പി പൊട്ടി. നാടാ എറിഞ്ഞത്. അത് ഹെൽമെറ്റ്. ഹെൽമെറ്റ് വാങ്ങാനായി ഞാൻ കടയിൽ പോയത്. ഹാവു, രക്ഷപ്പെട്ടു. ഇന്റർവെൽ. ഒനങ്ങാനും പറ്റുന്നില്ലല്ലോ. അതാരോ? ഇവൻ മാർക്കറ്റിലെത്തിയ കാര്യം റീൽസിൽ കണ്ടിരുന്നു. സീനിന് ബ്രേക്ക് കൊടുക്കുന്ന റോബർട്ട് സിനിമയിൽ ഇന്റർവെൽ വരില്ലേ, അതുപോലെ. ടെൻഷനുള്ള സീൻ കണ്ടാൽ ഇവൻ ഇന്റർവെൽ പറയും. അതോടെ സീൻ സ്റ്റക്ക് ആവും. സംസാരിക്കാൻ പറ്റും, പക്ഷേ ആക്ഷൻ കിട്ടില്ല. സെക്കൻഡ് ഹാഫ്. ഇനി കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് പറഞ്ഞു. ഈ കുപ്പിയിൽ കയറി മനസ്സിലാവുന്നില്ല.
സിനിമയിൽ അങ്ങനെയല്ലേ? ഇന്റർവെൽ കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ്. ഇന്റർവെൽ പറഞ്ഞാൽ മൊത്തം സ്റ്റോപ്പ് ആവും. പിന്നെ കഥ തുടരാൻ ഇവൻ സെക്കൻഡ് ഹാഫ് എന്ന് പറയണം. അതാ പറഞ്ഞത്, ഇവൻ മൊത്തം സിനിമ പോലെയാക്കും. ഓരോരോ കളികളെ കൊണ്ടുവിട്ടു ഇവനെ ചിക്കോ ഒരു പ്ലാൻ ഉണ്ട്. പാർക്കുമ്പോ ഇവൻ ഇന്റർവെൽ പറയുമോ എന്നാ പേടി. അതിനു മുമ്പ് എത്തണം. അയ്യോ, കുന്തം വീണാടാവുന്നേ. ഓഫായി, കുന്തം ഓഫായി. ഇന്റർവെൽ. ബെസ്റ്റ്. അവൻ പണി പറ്റിച്ചു. അപ്പോൾ രാജു അത് കണ്ടോ? ആ കുപ്പിയിൽ മായാവിയുണ്ട്. മായാവിയെ രക്ഷിക്കണം. മഴയുണ്ട്. വൈകാതെ നീ കുപ്പി എടുക്കുന്നു. എടോ, ഇവർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് പറ്റും. ഇന്റർവെൽ പറയുമ്പോ അവർ സീനിലില്ലല്ലോ. താങ്ക് യു കൂട്ടുകാരെ. സെക്കൻഡ് ഹാഫ്. പൂർത്തിയായി. അയ്യോ, മായാവിയെ കണ്ടിട്ട് കുറെ ദിവസമായി അല്ലേ? അതെ. അതെന്താ ലേറ്റ് ആണോ? എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ജർഗുണ ജഗുണ മർഗുണ മഗുണ ജഗുണ മഗുണ കം കം കം. അടുത്ത നിമിഷം ഹിഹി, ഞാനെത്തി. ഉഷ്. ആരാ? ഞാൻ ജഗുണാമഗുണൻ. നിങ്ങൾ എന്നെ വിളിച്ചില്ലേ? ഞങ്ങളോ? നിങ്ങൾ ചൊല്ലിയത് എന്നെ വിളിക്കാനുള്ള മന്ത്രമാ. ഇനി നിങ്ങൾ എന്ന് പറഞ്ഞാലും അത് ഞാൻ കൊണ്ടുവരും. ഞങ്ങൾക്കൊന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ജോലി തന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ചതിച്ചു. ഓക്കെ, എങ്കിലൊരു പാക്കറ്റ് ചോക്ലേറ്റ് കൊണ്ടുവരൂ. ഊഷ്. ശരി, ഊഷ്. ഇതാ ചോക്ലേറ്റ്. ഇത്ര പെട്ടെന്നോ? അടുത്ത സാധനം പറയൂ. ഒരു ബാലരമ കൊണ്ടുവരൂ. ഊഷ്. ഇതാ പുതിയ ലക്കം. അടുത്ത ജോലി തരൂ. അടുത്ത ജോലി. ഇത് കുഴപ്പമായല്ലോ. അടുത്തതായി ജഗുണമഗുണൻ 2 മണിക്കൂർ വിശ്രമിക്കൂ. അത് പറ്റില്ല. എന്തെങ്കിലും കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ മാത്രമേ എന്നോട് പറയാവൂ. രാജു, ഇവരോട് എന്തെങ്കിലും പറ. ഞാൻ മായാവിയെ വിളിക്കാം. ശരി. കൂട്ടിച്ചേക്ക. ശരി, ഡാങ്കിനോട് മൂങ്ങയെ കൊണ്ടുവരൂ. ഉഷ്. ഇതാ. ഇനി മൂങ്ങയെ തിരിച്ചു കൊണ്ടുപോകൂ. ഊഷ്. രാധേ, എന്തു പറ്റി? രാധ കാര്യങ്ങൾ പറഞ്ഞു. ശരി, ഇനി വീണ്ടും ഡാങ്ങിനിയുടെ മൂങ്ങയെ കൊണ്ടുവരൂ. ഇനി മൂങ്ങയെ കൊണ്ടുപോകൂ. ആഹാ, രാജുവിന്റെ മൂങ്ങസൂത്രം കൊള്ളാം. ഇവനെ തിരിച്ചയക്കാൻ എന്താണൊരു വഴി? അതിന് വേറെ മന്ത്രം ചൊല്ലണം. ഒരു സൂത്രമുണ്ട്. ഇനി ഡാങ്കിനിയുടെ മൂങ്ങയെ വേണ്ട, മറ്റൊരു സാധനം കൊണ്ടുവരണം. ജഗുണാമഗുണനെ തിരിച്ചയക്കാനുള്ള മന്ത്രം കൊണ്ടുവരൂ. ഊഷ്. ഇതാ. കുടുകുടു ജഗുണ പട പട മഗുണ ജഗുണ മഗുണ ഗോ ഗോ ഗോ. അതോടെ ബും. അവൻ പോയി. ഇന്നത്തെ പ്രധാന വാർത്ത: നഗരത്തിൽ വിചിത്രമായ കൊള്ളകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിലായി നഗരമധ്യത്തിലെ ബാങ്കിലാണ് കവർച്ച നടന്നത്. ചോരിൽ കൃത്യമായി വട്ടത്തിൽ ദ്വാരമുണ്ടാക്കിയാണ് കവർച്ച. ഇത്ര കൃത്യമായി എങ്ങനെ തുളച്ചു എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം 2 വീടുകളിലും ഇതേ രീതിയിൽ ദ്വാരമുണ്ടാക്കി മോഷണം നടത്തിയിരുന്നു. ഇതിനു പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമങ്ങൾ തുടരുകയാണ്. രാധേ, എനിക്കൊരു സംശയം. വിക്രമനാണോ ഇതിനു പിന്നിൽ? എനിക്കും അത് തോന്നി. നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. കൂട്ടുകാരെ, മായാവി വാർത്തകൾ കേട്ടില്ലേ? രാജുവും രാധയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ കുറച്ചകലെ, ഒത്തു, പോലീസിന് നമ്മളെ സംശയമുണ്ട്. അവർ പിന്തുടരും. നമ്മൾ സൂക്ഷിക്കണം. തുളച്ചത് യന്ത്രസൂചി കൊണ്ടാണെന്ന കാര്യം ആരും പറയരുത്. പാറ തുളയ്ക്കാൻ പറ്റുമോ വിക്രമ? പിന്നല്ലാതെ, ഇതിന്റെ മുന കൊണ്ടൊന്ന് തൊട്ടാൽ മതി.
കണ്ടോ കൃത്യവട്ടത്തിലെ തുള. ലോട്ടലടുക്കും ഗുൽഗുലുമാലും ചീട്ടുമാണ് കേട്ടോ. സത്യം പറഞ്ഞു ഇത്തവണയെങ്കിലും അവർക്ക് നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതായിരുന്നു. അതെങ്ങനെ? നല്ല കാര്യം ചെയ്യുന്നവരെ ആർക്കും വിലയില്ലല്ലോ. അയ്യോ പോലീസ് ജീപ്പ്, വേഗം ഒളിച്ചോ. അയ്യോ ബോറയില് തുള അവർ കണ്ടാൽ കുഴയും. ശരിയാ, നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. ഓം റീം സൂചി നീളട്ടെ. പെട്ടെന്ന് യന്ത്രസൂചി നിലത്ത് തൊട്ടതോടെ അയ്യോ ബോറയിൽ കുഴി. അമ്മോ, എന്റെ അമ്മോ, കൊക്കയിൽ വീണേ. യന്ത്രസൂചി എന്റെ കയ്യിലിരിക്കട്ടെ.